മിൽക്കി മിസ്റ്റ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു വിഷുക്കാലം. വിഷുക്കാലം എന്ന് പറയുമ്പോൾ എന്താ, വിഷു എന്ന് പറയുമ്പോൾ തന്നെ ഒരു യെല്ലോ ഫ്ലേവറാണ്, അതായത് ഒരു യെല്ലോ കളറാണ് നമുക്ക് ചുറ്റും വരുന്നത്. കൊന്ന പൂത്ത് നിൽക്കുന്ന കാഴ്ച അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു മഞ്ഞപ്പൂക്കളും അങ്ങനെയുള്ള രീതിയിലാണ് കാണുന്നത്. ഈ ഒരു സമയത്ത്, അത് വേനൽക്കാലത്തുള്ളൊരു ഫെസ്റ്റിവലാണ് വിഷു എന്ന് പറയുന്നത്. ഈ കാലത്താണ് ഏറ്റവും കൂടുതൽ അതായത് ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കിട്ടുന്ന സമയം. അതുപോലെ പൂക്കളൊക്കെ നന്നായി പൂത്ത് നിൽക്കുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പോൾ കൊന്നയൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ, നല്ല സ്വർണ്ണ നിറത്തിലിങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് കൊന്ന പൂത്ത കാഴ്ചയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഈ കാലത്ത് നമ്മൾ ഈ വേനലിൽ ഭയങ്കരമായ ചൂടെന്ന് പറഞ്ഞ് നടക്കുമ്പോഴും മനസ്സിന് കുളിർമ പകരുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഓരോ ജില്ലകളിലും വ്യത്യസ്തമായ രീതിയിലാണ് വിഷു ആചരിക്കുന്നത്. പല ചടങ്ങുകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. എന്തായാലും രാവിലെ വിഷുക്കണി കാണുക, അത് കഴിഞ്ഞിട്ട് കാരണവന്മാരുടെ കയ്യിൽ നിന്നും വിഷുക്കൈ നീട്ടം വാങ്ങിക്കുക, പുതുവസ്ത്രങ്ങൾ കിട്ടുക, ഇതൊക്കെയാണ്. അപ്പോൾ ഓണക്കോടി എന്നൊക്കെ പറഞ്ഞ പോലെ വിഷുക്കോടിയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ സമയത്താണ് ചക്ക, മാങ്ങ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ തൊടിയിലൊക്കെ ഇറങ്ങി, പഴയ കാലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ മുറ്റവും, ചിലരെല്ലാം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ആഘോഷിക്കുക. ഒരു ഭയങ്കര ഫെസ്റ്റിവലാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഓണത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന വിഷു എന്നുള്ളൊരു ഫെസ്റ്റിവലും ഉണ്ട്. അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും വിഷു ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ് മലയാളിക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മാജിക് അവനും തയ്യാറായി കഴിഞ്ഞു. നമ്മൾ എത്ര വർഷമായിട്ട് നമ്മൾ ഈ വിഷുവും ഓണവും ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് പോകണം. അതുപോലെ ക്രിസ്മസും ഈസ്റ്ററും ബക്രീദും റംസാനും ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല, അതുപോലെ ഇതും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ പായസം തന്നെയാണ് മുഖ്യം. എന്തായാലും കണ്ണന് നേദിക്കാനായിട്ട് പായസം ഉണ്ടാക്കുമല്ലോ രാവിലെ. അപ്പോൾ ഇന്നും ഒരു പായസം, ഇന്നത്തെ പായസത്തിനൊരു പുതുമ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ പായസം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ സിമ്പിളായിരിക്കണം, അതേസമയം ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു ചവ്വരി പായസം ഉണ്ടാക്കാമെന്ന് വെച്ചു. സിമ്പിളായിട്ട്, സാധാരണ പായസത്തിൽ ചവ്വരി ഒരു മെമ്പടിയായിട്ട് അതിൻ്റെ ഒരു തിക്കനിങ് ഏജൻറ്റായിട്ടാണ് ചേർക്കുന്നത് എന്തെങ്കിലും ഒരു പ്രധാന കാര്യത്തിനൂടെ. ചവ്വരിക്ക് പ്രാധാന്യം കുറച്ച് കുറവാണ്. അതൊരു സൈഡായിട്ട് ചേർത്തിട്ട് ആ ഒരു ഇപ്പം എന്താ പറയുക, നമ്മൾ ഗോതമ്പ് പായസം അല്ലെങ്കിൽ കടലപ്രഥമൻ, ചക്കപ്രഥമൻ എന്നൊക്കെ പറയുമ്പോഴും പ്രാധാന്യം ആർക്കാണ്? ചക്കയ്ക്കും പിന്നെ അടയ്ക്കും കടലയ്ക്കും ഒക്കെയാണ്. പക്ഷേ പാവപ്പെട്ട ചവ്വരി എന്താ ചെയ്യുക, അതിൻ്റെ അകത്തേക്ക് കയറുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അതിനൊരു ബോഡി കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തനിങ് ഏജൻറ്റ് ചവ്വരിയാണ്. ഇന്ന് പക്ഷേ ഞാൻ വിചാരിക്കണം ചവ്വരിക്കൊരു പ്രാധാന്യം കൊടുത്തിട്ട് ചവ്വരി കൊണ്ട് മാത്രം ഒരു പായസം ഉണ്ടാക്കാം. അപ്പോൾ ചവ്വരി പായസമാണ് നമ്മുടെ ഇന്നത്തെ വിഷു പായസം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിഷു സ്പെഷ്യൽ ചവ്വരി കേസർ പായസം. ചേരുവകൾ: ചവ്വരി 1 കപ്പ്, പാല് 1 ലിറ്റർ, മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് 1 ടിൻ, നെയ്യ് 4 ടേബിൾ സ്പൂൺ, കുങ്കുമപ്പൂ അഥവാ സാഫ്രൻ 1 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ ചവ്വരി പായസം ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമേ തന്നെ ഉരുളി ചൂടാക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ കൗ ഗീയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ്. ആഹാ, ഉരുകി തുടങ്ങി. ഇനി ഇതിലേക്ക്, ഇത് 1 കപ്പ് ചവ്വരിയാണ്. 1 കപ്പ് ചവ്വരി എന്ന് പറഞ്ഞാൽ 150 ഗ്രാം, 150 ഗ്രാംസ്. ആദ്യം ചവ്വരി ഒന്ന് വറുക്കാം. ഒരു 5 മിനിറ്റ്. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മൾ വറുത്തോണ്ടേ ഇരിക്കുന്നു. ഇനി ചവ്വരിയിലേക്ക് തിളച്ച വെള്ളം. തിളച്ചുകൊണ്ടിരുന്ന വെള്ളമാണ്, അത് കാരണം അതേ നോക്കേ, എല്ലാം കൂടി തിളയ്ക്കുന്നു. ഓക്കെ, ഇതൊരു 4 കപ്പ് വെള്ളം തിളച്ചത്, അതും കൂടി ഒഴിക്കുന്നു. ഇനി ചവ്വരി ഒന്ന് വേകട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ഇതൊരു ചവ്വരി കേസർ പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മധുരം എന്താ പറയുക, വൈറ്റ് പായസമാണ്, പാൽ പായസം പോലെ ഒരു ചെറിയ യെല്ലോ കളറിൽ. കേസർ എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂ. അപ്പോൾ കേസറൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ ചവ്വരി നമ്മളങ്ങനെ സാധാരണയാക്കുന്നില്ല. അസാധാരണമായ രുചിയോടുകൂടി ചവ്വരിയെ നമ്മൾ നല്ല ഗംഭീരമാക്കി എടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ചവ്വരിയെല്ലാം പാകത്തിന് വെന്ത് ട്രാൻസ്പാരൻ്റ് ആയി കഴിഞ്ഞു. അതെ, നല്ല കുറുകിയ ഭാഗമായി. ഇതിൽ ഞാൻ ആദ്യം 4 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 കപ്പ് വെള്ളം കൂടി ചേർത്തിരുന്നു. അങ്ങനെയാണിത് കംപ്ലീറ്റ് വേകാനായിട്ട്. പിന്നെ ഇതിന് കുറച്ച് കൂടുതൽ സമയം എടുക്കും വേകാനായിട്ട്. പക്ഷേ കുറച്ചുകൂടി എളുപ്പത്തിൽ വേവിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കുക. നമ്മുടെ ചവ്വരിയെ കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട്
അത് വറുക്കുകയൊന്നും വേണ്ട. പിന്നെ സ്ട്രെയിറ്റ് അവേ വെള്ളം ഒഴിച്ചിട്ട്, തിളച്ച വെള്ളവും വേണമെന്നില്ല, സാധാരണ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും, കുറച്ചുകൂടി ഫാസ്റ്റാണ്. ഇത് ഞാൻ കുറച്ചുകൂടി നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് വറുത്തിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതേ നോക്കിക്കോളൂ. ഈ ഒരു രീതിയിലായിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ പാല് ചേർക്കാം. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ടോൺഡ് മിൽക്കാണ്. നല്ല നല്ല എന്താ പറയുക, ക്രീമി ആയിട്ടുള്ള പാല് തന്നെയാണ്, ഫാറ്റുള്ള പാല്. ഇപ്പം ഞാൻ 1/2 ലിറ്ററാണ് ആദ്യം ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഇത് സാഫ്രൺ കൂടി ചേർക്കണം. കാര്യം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കേസർ പായസമാണ്, ചവ്വരി കേസർ പായസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുങ്കുമപ്പൂ കുറച്ച് കോസ്റ്റ്ലി കാര്യമാണ്, പക്ഷേ അതിൻ്റേതായ മണവും ഗുണവും ഒക്കെ ഉണ്ടാവും. കേസറും കൂടി ഇതിനകത്ത് കിടക്കട്ടെ. ഒരു 2 നുള്ള് നിറച്ചിട്ടിട്ടുണ്ട്, ഏകദേശം 1 ടീസ്പൂൺ എന്ന് പറയാം. അപ്പോൾ ഈ പാലിൽ കിടന്നിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഇൻഫ്യൂസ്ഡ് ആകും നല്ലതായിട്ട്, അതിൻ്റെ ആ ഒരു രുചിയെല്ലാം ഇതിലേക്ക് ഇറങ്ങും. അങ്ങനെ പാലും കൂടി ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കുറുകി വരും. പിന്നെ പാലിൻ്റെ അളവ് ഞാനിപ്പോൾ ഫൈനലായിട്ട് പറയുന്നില്ല. ഇപ്പോൾ 1/2 ലിറ്റർ ഒഴിച്ചു, ഇനി ഒരു 1/2 ലിറ്ററും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജിൽ അതും കൂടി വേണമെങ്കിൽ നമുക്ക് ചേർക്കേണ്ടി വരും. നോക്കിക്കോളൂ. ഇനി ഇതിലേക്ക് മധുരത്തിന് കുറച്ച് പഞ്ചസാര ആദ്യം ചേർക്കാം. കാര്യം നമ്മളിതിൽ ഫൈനലായിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ കണ്ടൻസ് മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട്, സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക്. അപ്പോൾ ആദ്യം കുറച്ച് പഞ്ചസാര, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞു. ഇനി എല്ലാം കൂടി കിടന്ന് തിളക്കട്ടെ. ഇതിലേക്ക് ഇനി ഒരു 1/2 ലിറ്റർ പാലും കൂടി നമുക്ക് വേണ്ടി വരും. കാര്യം ഇതിന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് കുറുകും. കാര്യം ചവ്വരി നല്ല തിക്കനിങ് ഏജൻറ്റാണ്. ഇത് നല്ല എന്താ പറയുക, ഗ്ലാസ് പോലെ ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത. ഇനി ഒരു 1/2 ലിറ്റർ പാലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു. ആ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചേർന്ന് തിളച്ച ആ പഞ്ചസാരയുടെയൊക്കെ ഒരു പച്ച ആ ഒരൊക്കെ മാറണം കേട്ടോ, കുറച്ചൊന്ന് കുറുകി വരും. അപ്പോൾ വീണ്ടും 1/2 ലിറ്റർ പാൽ. അപ്പോൾ ടോട്ടലി 1 ലിറ്റർ പാൽ ചേർത്ത് വരും. ഇനി ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ. കളർ നോക്കിയാൽ ഒരു ലൈറ്റ് ലെമൺ യെല്ലോ കളർ, നമ്മുടെ വിഷുവിൻ്റെ നിറമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഒരു യെല്ലോ മയമാണ് ടോട്ടൽ, പായസവും അത് തന്നെയാണ്. അപ്പോൾ തിള വരട്ടെ നന്നായിട്ട്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് പാലൊഴിച്ചതും നന്നായിട്ട് ചേർന്ന് തിളയൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് ഒരു ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മധുരം വളരെ കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ, 4 ടേബിൾ സ്പൂൺ ഉള്ളി. അത് മധുരമൊന്നുമില്ല, ചെറിയൊരു മധുരമേ ഉള്ളൂ. ഒരു ലൈറ്റ് യെല്ലോ കളർ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ വീണ്ടും അത് ഒരു യെല്ലോ കളറിൽ തന്നെ ഇരിക്കും. കണ്ടൻസ് മിൽക്കും ചേർത്ത് കഴിഞ്ഞു. ഇനി അത് കൂടുതൽ നേരമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും ചേർത്തു. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റുന്നു. എന്നിട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം വറുത്ത് ഇടാം. സംഭവം റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ചവ്വരി കേസർ പായസം റെഡിയായി. അങ്ങനെ ചവ്വരി പായസം മാറ്റി അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചു. അകത്ത് ഇങ്ങനെ ചവ്വരി കിടക്കുന്നുണ്ട്, മുത്ത് പോലെ. ഈ ചവ്വരിയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും. കുങ്കുമപ്പൂവാണ് അല്ലാണ്ട് കിടക്കുന്നത്, അതിൻ്റെ ആ ഒരു കളറും ഫ്ലേവറും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഗ്ലാസ് മണികൾ പോലെ ചവ്വരി പീസസ്. ഇനി അടുപ്പിൽ നിന്ന് മാറ്റി ഇപ്പുറത്ത് വെച്ചു. ഈ അടുപ്പിൽ ഞാനൊരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിടാം. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട്സും പിസ്തയും ഒക്കെ വേണമെങ്കിൽ ചോപ്പ് ചെയ്ത് വറുത്ത് ഇതിനകത്തിടാം. അത് ഇഷ്ടാനുസരണം ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മാത്രം. അപ്പോൾ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കൗഗി തന്നെയാണ്. ഏതാണ്ട് ഒരു 2 കുറച്ച് കൂടുതൽ ഇരിക്കട്ടെ വിചാരിച്ചു. ലാവിഷ് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തു. നെയ്യ് ചൂടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ തന്നെ ആയിരിക്കും. ഇതിന് ഇരുന്ന് കുറുകില്ല. ആവശ്യത്തിന് നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഒരു 6 കപ്പ് വെള്ളം എടുത്തു ഇത് വേവിക്കാൻ. പക്ഷേ കുതിർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത്രയും വെള്ളം വേണ്ടി വരില്ല. അത് നോക്കിയിട്ട് ചേർത്താൽ മതി. പാല് ഞാനൊരു 1 ലിറ്റർ, ദാറ്റ് ഈസ് 4 കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത്.
ഓക്കെ, നെയ്യ് ചൂടായി തുടങ്ങി. അണ്ടിപ്പരിപ്പും കുറച്ച് ലാവിഷായിട്ട് എടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം ഒരു 25 ഗ്രാം മുതൽ 50 ഗ്രാം വരെ ആകാം. അതുപോലെ കിസ്മിസ്, ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങുന്നു. ഇനി കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് കിടത്ത് മൂത്ത് റെഡിയായി വരും. എന്നിട്ട് നമ്മൾ ഈ നെയ്യോടുകൂടി പായസത്തിൻ്റെ മുകളിലേക്ക് ഒഴിക്കും. അണ്ടിപ്പരിപ്പും കിസ്മിസും പാകത്തിന് ഗോൾഡൻ ബ്രൗൺ. ഇനി ഇത് പായസത്തിൻ്റെ മുകളിലേക്ക് ഒഴിക്കും. തീ ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല മണവും രുചിയുമുള്ള കേസർ ചവ്വരി പായസം, പാൽപ്പായസം റെഡി. അടിപൊളിയായിരിക്കും. ഇനി ഇത് കഴിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ നെയ്യും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഇങ്ങനെ പായസത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തും. ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈ ഫ്രൂട്ട്സ് എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഗംഭീരമായിരിക്കും. പിന്നെ ഏലക്കാപ്പൊടിയൊക്കെ ഞാൻ ലാവിഷായിട്ട് ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ. അതിൻ്റെ ഒരു മണമൊക്കെ ഒരു പ്രത്യേക ഒരു മണം പ്രധാനമാണല്ലോ നമ്മുടെ പായസത്തിന്. എല്ലാം കൊണ്ടും നമ്മുടെ വിഷു പായസം റെഡി. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുവിന് നിങ്ങൾ പലതരം പായസം ഉണ്ടാക്കുന്നുണ്ടാകാം. പറ്റുമെങ്കിൽ നമ്മുടെ ഈ ചവ്വരി പായസം കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ എന്താ പറയുക, കേസർ ചവ്വരി പായസം. ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അമലിലൂടെ കാണാം. കേരളയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ. ഹാപ്പി വിഷു.